ഗൈസ്, ഇന്ന് അർജുട്ടനെ ബീഫ് കഴിക്കാൻ ആഗ്രഹം കേട്ടോ. ഓടി ചെന്ന് കണ്ണമ്മോട് പറഞ്ഞു, ഇന്ന് സൺഡേ ആയതുകൊണ്ട് അടിപൊളി ബീഫ് എന്നെ വാങ്ങിച്ചിട്ട് വന്നു. അമ്മ അത് റോസ്റ്റാക്കിയേ. ഈ ചളവളമെന്ന് തിളച്ചുകൊണ്ടിരിക്കുന്നത് ഐലൂസിനും കുഞ്ഞുമണിക്കും എരിവില്ലാത്ത ചിക്കൻ കറി, ബീഫ് കറിയാണ് കേട്ടോ. ഐലൂസ് ആണെങ്കിലോ ചക്ക വേണമെന്ന് പറഞ്ഞിട്ട് ചക്കയുടെ നല്ലപോലെ നടക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി കേട്ടോ. അതാണെങ്കിൽ പഴുത്തിട്ടുമില്ല, പച്ചയാണ്. കുഞ്ഞേട്ടൻ വന്നിട്ട് അത് ഞെക്കി പഴിപ്പിക്കുന്നുണ്ട്. ഒരാൾക്കാണെങ്കിലോ വിശപ്പ് കൂടുതലാണ് കേട്ടോ. ബീഫ് റോസ്റ്റ് ഉള്ള ദിവസം ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് വിശക്കും. അതും ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കും കേട്ടോ. അല്ലാത്ത ദിവസം ഞാനിങ്ങനെ കഴിക്കുന്നു പറയണം. കൂട്ടിന് കുഞ്ഞുമണി ഇരിക്കുന്നുണ്ട് കേട്ടോ. ഏട്ടന്മാരെ കഴിപ്പിക്കാനായിട്ട് ഐലൂസും തൊട്ടടുത്ത് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അപ്പോഴാണെങ്കിൽ ഉള്ളി ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ അവർ കഴിക്കൽ കഴിഞ്ഞതിന് ശേഷം ഞാനും ഇരുന്ന് കഴിച്ചു. പിന്നെ കുഞ്ഞുമണീനെ ഉറക്കാനായിട്ട് കിടന്നു കേട്ടോ. അവനോട്ട് ഉറങ്ങിയതുമില്ല, എന്നിട്ട് ഉറങ്ങാനും സമ്മതിച്ചില്ല കേട്ടോ. അപ്പോഴാണ് അടുക്കളയിൽ നല്ല മണം വന്നത്. ഞങ്ങൾ രണ്ടുപേരും കൊണ്ട് അടുക്കളയിൽ പോയി നോക്കിയപ്പോൾ അമ്മ അടിപൊളി പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെ, പാലട പായസമാണ്. അപ്പോൾ അതും ഞങ്ങൾ ഇരുന്ന് ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പുറത്ത് അടിപൊളി മഴ. കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല, ചെറുതായിട്ടൊന്ന് പെയ്തു പോയിട്ടോ. നല്ല കാറ്റും ഉണ്ടായിരുന്നു. ആ കാറ്റത്ത് ഞങ്ങൾ മാങ്ങ പെറുക്കാനായിട്ട് പോയിട്ടോ. അപ്പോൾ അവിടെ ഇതേ മുല്ലച്ചെടിയിൽ കുറേ മുണ്ടമുല്ലയാണ് കേട്ടോ, കുറേ ഉണ്ടാവുകയെ. ഞങ്ങൾക്ക് കിട്ടിയ മാങ്ങയാണെങ്കിൽ കൊത്തിയത്, വേറെ ഒന്ന് കിട്ടിയതാണെങ്കിൽ അത് പച്ചയും. രണ്ടും അവിടെ ഇട്ട് ഞങ്ങൾ വേറെ സ്ഥലത്തേക്ക് പോയിട്ടോ. ഇവിടുന്ന് കുറച്ചധികം മാങ്ങയൊക്കെ കിട്ടിയിട്ടോ. തൊലി കുളഞ്ഞ് അപ്പം തന്നെ ഒരെണ്ണം കഴിച്ചു നോക്കി. അത് എന്ത് വൃത്തികെട്ട മാങ്ങയാണെന്ന് അറിയില്ല, മധുരവും ഇല്ല, പുളിയില്ല, ഒരു ജാതി ടേസ്റ്റ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെ പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.